നിങ്ങൾക്ക് EMI ആയിട്ട് കല്യാണം കഴിക്കണോ? എങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ ക്യാഷില്ലാതെ മുട്ടി നിൽക്കുന്ന നിങ്ങളുടെ ചങ്ങിന് ഷെയർ ചെയ്ത് കൊടുത്തോ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് മാർക്കറ്റിൽ ഷാദിഫൈ അതുപോലെ തന്നെ മാരി മീ പേ ലേറ്റർ എന്ന് പറഞ്ഞ പോലെ 2 ഫിൻടെക് കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ പേ ലേറ്റർ എടുക്കില്ലേ, അതുപോലെ തന്നെ അതായത് നമ്മൾ ബൈക്കും കാറൊക്കെ മേടിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കല്യാണം പേ ലേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കല്യാണം നടത്താൻ പറ്റും. ഒരു കല്യാണത്തിലുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ ഒരു കല്യാണത്തിന് മിനിമം ഒരു 30 ലക്ഷം തൊട്ട് 40 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റ ഷോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് പേ ലേറ്റർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് EMI ആയിട്ടോ അതുപോലെ തന്നെ ഒറ്റ തവണയായിട്ടോ അടച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെന്യുവൻ ആയിട്ടുള്ള സാധനമാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ തലവെച്ച് കൊടുക്കുക. നല്ല ഫിൻടെക് കമ്പനി നോക്കുക, കോ ഫൗണ്ടേഴ്സിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തായാലും ഇങ്ങനെ ഒരു സാധനം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക.